നമസ്കാരം സുഹൃത്തുക്കളെ. മാറ്റുവിൻ ചട്ടുകങ്ങളെ, അല്ലെങ്കിൽ അത് നിങ്ങളെ മറിച്ചിടും. അരിപ്രാഞ്ചിയുടെ മഹദ്വചനം. നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ ശിവൻകുട്ടി ഈ വിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മതവർഗീയവാദികളെ അല്ലെങ്കിൽ സങ്കുചിത ചിന്താഗതിക്കാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സൂംബ ഡാൻസ് കളിപ്പിക്കാൻ പോവുകയാണ്. മഹത്തായ ഒരു മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് വരാൻ പോകുന്നത്. അക്ഷരം അറിഞ്ഞില്ലെങ്കിൽ സാരല്ല, കുട്ടികൾ പിന്നെ കണക്കറിയില്ലേ സാരല്ല, സയൻസ് അറിയില്ലേ സാരല്ല, അക്ഷരം മര്യാദയ്ക്ക് അറിയില്ല സാരല്ല. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും മലയാള അക്ഷരം മര്യാദയ്ക്ക് അറിയില്ല, മലയാളം എഴുതാൻ അറിയില്ല, ഇംഗ്ലീഷ് അത്രയും അറിയില്ല എന്നുള്ള സ്ഥിതിയാണ് എന്നുള്ളതൊക്കെ ചില വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ തന്നെ വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല ഇനിയിപ്പോൾ വരുന്ന മഹത്തായ വിപ്ലവം സൂംബ ഡാൻസിലൂടെ ആഹ്ലാദകരമായ ഒരു മാറ്റാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മൾ ഈ ഡാൻസിനും പാട്ടിനൊന്നും എതിരല്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ കളിച്ചു വേണം കുട്ടികൾ വളരാൻ, അവർ സന്തോഷിച്ച് വളരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിപ്പോ ഈ ഫണ്ടമെന്റലിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താ വെച്ചാല് പെൺകുട്ടികൾ കൈയും കാലും വിരിച്ച് കാര്യങ്ങൾ ചെയ്യരുത്, ചാക്ക് കയറി നടക്കണം, പെൺകുട്ടികളുടെ ശാരീരികമായിട്ടുള്ള സന്തോഷം അത് ഒക്കെയും ഇല്ലാതെ ആക്കണം, അവർക്ക് ആ രീതിയിലൊന്നും കിട്ടാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഡ്രൈവിംഗ് പഠിക്കുന്നതിനുമൊക്കെ ഇവര് എതിരായിരുന്നല്ലോ. സൗദിയിലൊക്കെ ഇപ്പോഴല്ലേ സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോ ആ വിധത്തില് പെൺകുട്ടികള് കയ്യും കാലും വിരിച്ചുകൊണ്ടുള്ള യാതൊരു പ്രകടനവും നടത്തരുത്, ഒരു ആഹ്ലാദവും കണ്ടെത്തരുത്, പാട്ട് പറ്റില്ല, നൃത്തം പറ്റില്ല, ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ. പക്ഷെ അവർ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇത് വൈദേശികമായ ഒരു കാര്യമാണ്. അതിന് നമുക്ക് വേറൊരു പരിഹാരം കണ്ടൂടെ? കേരളീയമായ കളരിപ്പയറ്റുണ്ടല്ലോ, കളരിപ്പയറ്റ് പഠിപ്പിച്ചൂടെ സ്കൂളുകളിൽ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്പൊ എല്ലാവരും പീഡനത്തിനും ഒക്കെ വിധേയമാവുന്ന ഒരു കാലാണല്ലോ. അപ്പൊ ഈ കുട്ടികൾക്ക് ഈ പൂഴിക്കടകനൊക്കെ പ്രയോഗിക്കാൻ പറ്റൂലേ? പൂഴിക്കടകനൊക്കെ പോട്ടെ, ഒന്നുമില്ല, കൈപിടിച്ച് തിരിച്ചിട്ട് രക്ഷപ്പെടാനെങ്കിലും പറ്റുന്ന രീതിയിൽ ഒരായോധന കല പഠിപ്പിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ കുട്ടികൾക്ക് ഒരു കളരിപ്പയറ്റ് പ്രകാരമുള്ള ഒരു ജീവിതക്രമം ഉണ്ടാവും, ഒരു ബുദ്ധിക്കൊരു ഷാർപ്നെസ് ഉണ്ടാവും, ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവും, ജാഗ്രത ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള കേരളീയമായ ആ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഫണ്ടും കിട്ടും. എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ആ വഴിക്ക് ചിന്തിക്കാത്തത്? അതിലെന്താ കാര്യം? അതിലൊരു മതപരമായ കാര്യമുണ്ടോ? എന്തുകൊണ്ട് കേരളീയവും ഭാരതീയവുമായ ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല? വൈദേശികമായതിന് മാത്രമേ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കൂ എന്നുള്ള ഒരു വാശി എന്തിനാ? കുട്ടികളെ ആ രീതിയിൽ വളർത്തിയെടുക്കാൻ ആണെങ്കിൽ, ശേഷിയുള്ളവരാക്കി തീർക്കുകയും ഒക്കെ ചെയ്യാനാണെങ്കിൽ അത്തരത്തിലുള്ളതല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോ അതായിരിക്കും സമൂഹത്തിന് കുറച്ചുകൂടി നല്ലത്. ഇതിനെക്കൊണ്ട് മറ്റു ഗുണങ്ങൾ ഉണ്ടാവുമായിരിക്കും, നല്ലതാണ്, വരട്ടെ. ഏതായാലും ആ ഒരു ഞങ്ങളിനി ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താൻ വരണ്ട എന്നൊക്കെയുള്ള ആ ഗീർവാണമൊക്കെ കേട്ടു. ഏതായാലും സ്കൂൾ സമയം മാറ്റുന്നതിലും യൂണിഫോമിന്റെ ഏകീകരണത്തിലും ഒക്കെ ഞങ്ങളത് കണ്ടു, കേരള ജനത കണ്ടു എത്രയുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ നട്ടെല്ല് എന്നുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ ഗീർവാണൊന്നും പറയേണ്ട, അന്തർധാരയാണെന്ന് ഞങ്ങൾക്ക് അറിയാം, ഈ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു സൂംബ വിവാദത്തിൽ മുങ്ങിപ്പോവാൻ പോയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ആരോഗ്യരംഗത്തുള്ളത്, അതുപോലെ ചൂരൽമലയുടെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ നോക്കൂ, ആരോഗ്യരംഗത്ത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന ശ്രീചിത്രയിലെ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് വന്ന് നിന്ന് കുറെ സത്യങ്ങൾ പറയുകയാണ്. അതിൽ ഏറ്റവും രസം എന്താന്ന് വെച്ചാല്, ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം തെരഞ്ഞുപോയി അവൻ കോൺഗ്രസ്സുകാരനാണ്, BJP കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന ഇവർക്ക്, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതങ്ങനെ പറയാൻ പറ്റില്ല. ഇയാളൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഈ ഇടതുപക്ഷത്തിന് വേണ്ടി സൈബർ ഇടങ്ങളിലൊക്കെ വാദിക്കുന്ന ഒരാളാണ്.
അപ്പോ ഇദ്ദേഹം പറഞ്ഞതിനോട് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നായി. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയ്ക്ക് ഇങ്ങനെ മറ്റ് ശബ്ദങ്ങൾ വന്നാൽ എന്താ സാധാരണ ചെയ്യാറ്? ടീപ്പിനെ ചെയ്തതാണ് ചെയ്യാറ്. പക്ഷെ ഇത് ഭൗതികമായിട്ട് ഇനി 51 56 വെട്ടോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ അത് ഭൗതികമായിട്ട് ആയിരിക്കില്ല, മറ്റു രീതിയിലുള്ള വെട്ടായിരിക്കും വരിക. എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. ഞാനത് കുറെ കാലമായിട്ട് കാണുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നപ്പോൾ ഇത് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്നു. എൻ്റെ മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ശസ്ത്രക്രിയ നിഷേധിക്കേണ്ടി വന്നതെന്നൊക്കെ വളരെ മനസാക്ഷിക്കുത്തോടു കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് അഭിനന്ദിക്കപ്പെടേണ്ടതുമാണ്. അപ്പോ ഇതിനെപ്പറ്റി മന്ത്രിണി പറയുന്ന എന്താ? വീണാ മന്ത്രിണി സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ സിസ്റ്റത്തിനെ ആര് മാറ്റും? ഇതിനു മുമ്പിൽ വലിയ വായിലെ പറയുന്ന കേട്ടിരുന്നല്ലോ, സർ ഇവിടെ ഒരു കപ്പിത്താനുണ്ട്, കപ്പൽ ആടി ഉലയുമ്പോൾ ഈ കപ്പിത്താൻ ഇത് നേർവഴിക്ക് നയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. കപ്പിത്താൻ എവിടെ പോയി മാഡം? ഈ തുടർഭരണം കിട്ടിയിട്ടും ഈ കപ്പിത്താന് ആ ചട്ടുകെടുത്ത് ഈ സിസ്റ്റത്തിനെ ഒന്ന് മറിച്ചിടാൻ പറ്റിയില്ലേ? മാറ്റുവിൻ ചട്ടങ്ങളെ, സിസ്റ്റത്തിനെ മാറ്റൂ. സിസ്റ്റത്തിനെ മാറ്റാനല്ലേ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടത്താനല്ലേ നിങ്ങൾ തിരഞ്ഞെടുത്ത അങ്ങോട്ട് പറഞ്ഞേച്ചത്. സാധാരണ ജനങ്ങളോട് നിങ്ങൾ പറയുന്നത് എന്താ? പാവപ്പെട്ടവന് വേണ്ടിയാണ്, ആദിവാസിക്ക് വേണ്ടിയാണ്, അരികുവൽക്കരിക്കപ്പെട്ടവന് വേണ്ടിയാണ്, തൊഴിലാളിക്ക് വേണ്ടിയാണ്. നിങ്ങൾ വിപ്ലവം നടത്തൂ, ചട്ടങ്ങളെ മാറ്റൂ, സിസ്റ്റത്തെ മാറ്റൂ. എന്നിട്ട് നിന്നിട്ട് മോങ്ങാണ് സിസ്റ്റമാണ് ഉത്തരവാദി എന്ന്. ആര് മാറ്റും സിസ്റ്റത്തെ? ഇവിടെയൊക്കെ തന്നെ ഈ വയനാട് പോലെയുള്ള ഗോത്രവർഗ മേഖലകളിൽ ഒരു മെഡിക്കൽ കോളേജ് വരാൻ വേണ്ടി എത്ര വർഷങ്ങളായി കാത്തിരിക്കുന്നു. വയനാട് മെഡിക്കൽ കോളേജ് ഉറപ്പാക്കിയിട്ടാണ് ഇവിടുന്ന് ഒരു MLA ചുരം ഇറങ്ങിയത്. എന്നിട്ടോ അദ്ദേഹം തിരിച്ചു വന്നിട്ട് വാർദ്ധക്യ പെൻഷനും മേടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലെത്രയായി? വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് ആ ജില്ലാ ജനറൽ ആശുപത്രിക്ക് ഒരു ഫ്ലെക്സ് വെച്ചതല്ലാതെ എന്ത് ചെയ്തു? ഗോത്രവർഗത്തിന്, ആദിവാസിക്ക്, പാവപ്പെട്ടവന് ഫ്രീ ആയിട്ടൊരു മരുന്ന് കൊടുക്കാനുണ്ടോ? ചികിത്സിക്കാൻ ഉപകരണങ്ങളുണ്ടോ? എന്താ ഉള്ളത് ഇവിടെ? ഇവിടുന്ന് സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ താഴെ മെഡിക്കൽ കോളേജ് കോഴിക്കോടേക്ക് പോകണം. ഒരു ആംബുലൻസ് കിട്ടാനുണ്ടോ? ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചാൽ കിട്ടുമോ? ഒരു പ്രൊമോട്ടർക്ക് ഈ ആദിവാസി ഊരുകളിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന പ്രൊമോട്ടർക്ക് മര്യാദയ്ക്ക് ശമ്പളം പോലും കിട്ടാനില്ല എന്നുള്ളതുകൊണ്ട് അവര് പോലും വന്നു നോക്കുന്നില്ല. ആരോട് പറയും? ഇങ്ങനെയൊക്കെ ഈ സിസ്റ്റം ഇങ്ങനെ താറുമാറായി കുഴഞ്ഞു കിടക്കുമ്പോ ഇതാര് ശരിയാക്കും എന്നാണ് പറയുന്നത്? അടിയൻ ലച്ചിപ്പോന്നും പറഞ്ഞ ആരെങ്കിലും മുകളിൽ നിന്ന് ചാടി വരുമോ? നിങ്ങളെ എന്തിനാ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത് ഞങ്ങൾ മഹാഭൂരിപക്ഷം എന്നും പറഞ്ഞു പോയിരിക്കുന്നത്? ലക്ഷങ്ങളും കോടികളും അല്ലേ ധൂർത്തടിക്കുന്നത്? മുഖ്യമന്ത്രിന്റെ മുഖം വെച്ച് ഫ്ലക്സ് അടിക്കാൻ എത്ര കോടി ചെലവാക്കി? നിങ്ങൾ ഉത്തരം പറയോ? ഈ സിസ്റ്റത്തിനെ നിങ്ങൾ മാറ്റാതിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? മെഡിക്കൽ രംഗത്തെ മാഫിയകൾക്ക് വേണ്ടി, ബ്യൂറോക്രാറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇതിനെയൊന്നും എതിർത്ത് മാറ്റാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന വിപ്ലവം എന്താ? പാവപ്പെട്ടവന് വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്ന? ഇവിടെ ഒരുത്തിന് രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം വിറ്റ് അവൻ അവസാനം ആ രോഗി മരിക്കുകയോ അവനെ ചതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ വഴിയാധാരാവും ആ കുടുംബം. അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടെ. പാവപ്പെട്ടവന് ചികിത്സ കൊടുക്കാൻ പോലും പറ്റാണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മേഖലയെ ഇത്രയേറെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പൊതുമേഖലയിലുള്ള ഈ മെഡിക്കൽ കോളേജുകളെ, ജില്ലാ ഹോസ്പിറ്റലുകളെ, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ പോലും മര്യാദയ്ക്ക് സംരക്ഷിക്കാതെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത്? എന്നിട്ട് പറയാണ് സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന്. നാണയില്ലല്ലോ, ഇറങ്ങിപ്പോയിക്കൂടെ? കഷ്ടം. പൊതുജന ആരോട് ഇതൊക്കെ രോധിക്കുന്ന പറയുന്നത്? ഇനിയുണ്ടാവും ഒരുപാട് ഇതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ തന്നെ മനസാക്ഷി കുത്തുകൊണ്ട് അവർ പുറത്തിറങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയും. അന്ന് നിങ്ങൾ എന്തു പറയും? നമുക്ക് കാണാം, നേരിട്ട് കാണാം. രാഷ്ട്രായ സ്വാഹ ഇദം നമ്മ.